അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ സാധാരണ എപ്പോഴും മീൻ പൊള്ളിക്കാറുണ്ട്, പ്രത്യേകിച്ച് കരിമീനാണ് വാഴയിലയിൽ പൊള്ളിക്കാറുള്ളത്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മുട്ടയാണ് വാഴയിലയിൽ പൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ട പൊള്ളിച്ചത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ട പൊള്ളിച്ചിട്ട് ചൂടോടുകൂടി കഴിക്കുകയാണ് ടേസ്റ്റ്. ചൂട് മാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാം കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയം ഇപ്പോൾ നേരത്തെ പൊള്ളിച്ച് വെക്കുകയാണ്, ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ആ ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കണം എന്നുള്ള ആളുകൾക്ക് വെളുത്തുള്ളി ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ വെജിറ്റേറിയൻസ് വിഷമിക്കേണ്ട, നമുക്ക് വെജിറ്റേറിയൻസിനായിട്ട് കുറച്ച് വെജിറ്റബിൾസും ഇതുപോലെ തന്നെ വാഴയിലയിൽ പൊള്ളിക്കാം. അതിൻ്റെ റെസിപ്പി നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുട്ട പൊള്ളിച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട പൊള്ളിച്ചത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 മുട്ടയാണ് പൊള്ളിക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് 3 സവോള, ഈ വലിപ്പമുള്ള 3 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി തക്കാളി എടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ തക്കാളി മതി കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയ്ക്ക് ചെറിയൊരു പുളി മതി. ഒരുപാട് പുളിയാണെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. നമ്മളിതിലേക്ക് വീണ്ടും മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എരിവുണ്ടാവും. ഇപ്പോൾ ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എരിവിനനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി താല്പര്യമുണ്ടെങ്കിൽ 4 or 5 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒഴിവാക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുട്ട 1-2 കട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ സവോള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഫൈനലി ചോപ്ഡ് അല്ല, കുറച്ച് വലിയ പീസുകളായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. പച്ചമുളക് കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെയുള്ളതാണ്. ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ കുക്കിംഗ് കഴിയും. അപ്പോൾ ഞാൻ ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോള കട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇഞ്ചി ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ആണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ പച്ചമുളക് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി മാത്രം കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നമുക്കൊന്ന് കാണാൻ കിട്ടണം നമ്മുടെ മസാലയിൽ, അതുകൊണ്ടാണ് ഒരുപാടങ്ങ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അതിനുശേഷം നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിതെല്ലാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്താലേ നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ പാൻ വേറൊരു ബർണറിലേക്ക് മാറ്റി വെച്ചിട്ടോ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ മുട്ടയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ്. ബാക്കി നമുക്ക് മസാലയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് മതി. ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പൊടികളൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് ഓവറായിട്ട് കുക്കായി കരിഞ്ഞു പോകണ്ട. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും, നമ്മുടെ മുട്ടയ്ക്ക് ഒരു ഫ്ലേവർ കിട്ടാനാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ പതുക്കെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വൈറ്റ് പോർഷൻ വരുന്ന ഭാഗമാണ് നമ്മൾ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ച് വെക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും, മുട്ട പുറം ഭാഗം കറക്റ്റ് ആവില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ഇതൊന്ന് ഇതുപോലെ ഇരിക്കട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി. ഞാനൊന്ന് തുറക്കാണ്. തുറന്നിട്ട് പാനാണ് ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുട്ട പൊടിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് കിട്ടും. സ്പാറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട പൊടിഞ്ഞു പോവും. തിരിച്ചൊക്കെ ഇട്ട് വരുമ്പോൾ ഇത്രയും മതി. 1 മിനിറ്റ് ഇതുപോലെ ഇരുന്നുണ്ടെങ്കിൽ മുട്ടയിലേക്ക് ആ മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വന്നോളും. ഇത് കണ്ടോ, മുട്ടയുടെ ഈ സൈഡ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള മസാലയ്ക്കുള്ള എണ്ണ ഒഴിക്കുന്നത്, ബാക്കിയുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്.
കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ, ഒരുപാടങ്ങ് വേണ്ട. ഒരു 1-1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ സവോള. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. മുട്ടയിൽ നമ്മൾ കുറച്ചല്ലേ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം ചേർത്ത് ഇനി സവോള ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. സവോളയുടെ കളറൊക്കെ മാറി സവോള ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോള ഇത് കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടില്ല, പക്ഷെ കളറൊക്കെ ഒന്ന് മാറി ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഒരുപാട് കളർ മാറണം കേട്ടോ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് സവോള ഇനിയും കുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇതിലേക്കും ആദ്യം ചേർക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഒരു 1/4 ടീസ്പൂൺ തന്നെയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതി, ഒരുപാടങ്ങ് വേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിയുടെ ആ ഫ്ലേവർ നമ്മുടെ ഈ മുട്ട പൊള്ളിച്ചതിൽ കൂടുതലായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മതി എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു കളറിന് വേണ്ടി മാത്രമായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളക് പൊടിയുടെ എരിവുണ്ട്, പച്ചമുളകിൻ്റെ എരിവുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഓവറായിട്ട് എരിവ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ അധികം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട പൊള്ളിച്ചതിൻ്റെ കളർ ഒരു റെഡ് ഷെയ്ഡ് കൂടിപ്പോവും. അതുകൊണ്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നിറയെ ഗരം മസാലപ്പൊടി, അത് 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി ഈ പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ അധികം മസാലകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മസാലകളുടെ എല്ലാം അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാൻ ഒരുപാട് മസാലകൾ ഉള്ള രീതിയിലല്ല ഈ ഒരു പൊള്ളിച്ചത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് മസാലകൾ യൂസ് ചെയ്യുന്നത്. ഈ പൊടികളൊന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ചൂടുവെള്ളത്തിലാണ് നമ്മുടെ മസാലകളും ഈ സവോളയൊക്കെ ചേർന്ന് ഒന്നിനി കുക്കാവുന്നത്. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഇതിലേക്ക് നമുക്കിനി ചൂടുവെള്ളം ആഡ് ചെയ്യാം. അത് എനിക്കൊരു 1/2 കപ്പിൽ മേലെ ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/4 കപ്പ് അടുത്തൊഴിച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് കുക്കായി കുറുകി വരണം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ തക്കാളി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുക്കായിക്കോളും. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായി വരും നമ്മുടെ മസാല. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ചേർത്ത് ഇളക്കി ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഴയിലയിൽ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുമ്പോൾ ഗ്രേവി പുറത്തേക്ക് പൊട്ടി പോരരുത്. പക്ഷെ വല്ലാണ്ട് ഗ്രേവി വറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ഡ്രൈ ആയി പോകും നമ്മൾ പൊള്ളിച്ച് കഴിയുമ്പോൾ. അതുകൊണ്ടാണ്. ഇപ്പോൾ മസാലയുടെ എരിവും ഉപ്പും എല്ലാം ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ ടേസ്റ്റ് എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൊള്ളിച്ചത് റെഡിയാക്കുന്നത്. ഈ സമയത്ത് നമ്മൾ വാഴയില വാട്ടിയെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ വാഴയില പൊട്ടിപ്പോവും നമ്മൾ പൊതിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഡ്രൈ ആക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ പൊള്ളിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് മസാല മുട്ടയിലേക്ക് പൊതിഞ്ഞൊക്കെ ഇരുന്നോളും. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൊതിഞ്ഞു തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ വാഴയില കഴുകി തുടച്ച് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ള വാഴയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ഇല മതിയല്ലോ. ഇതിലേക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് 1 സ്പൂൺ മസാല വയ്ക്കുക എന്നുള്ളതാണ്. 2 മുട്ടയായിട്ടാണ് ഞാനിപ്പോൾ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഉള്ള മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. മസാല വയ്ക്കുമ്പോൾ എപ്പോഴും ആ 2 മുട്ട വയ്ക്കാൻ പാകത്തിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ കമിഴ്ത്തി തന്നെ വയ്ക്കുക. അപ്പോൾ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിന് മുകളിൽ വീണ്ടും കുറച്ചുകൂടി മസാല വയ്ക്കുക. മസാല വയ്ക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മസാല വയ്ക്കാം, കുറച്ച് മസാല മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മസാല വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. 2 സൈഡിൽ നിന്നും ഇതുപോലെ പൊതിഞ്ഞിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക, ഇപ്പുറത്തെ സൈഡിൽ നിന്നും മടക്കുക. അപ്പോൾ ഇത് വാഴയില ഇല്ലയെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഒരു മുട്ട പൊള്ളിക്കാനുള്ള ഒരു പൊതി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. പിന്നെ വാഴ നാരില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തയ്ക്കണ നൂലൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും കെട്ടാട്ടോ. 2 3 ചുറ്റി ഒന്ന് ടൈറ്റായിട്ട് ചുറ്റുക. വാഴയില വാട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാഴയില പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ വാഴയില വാട്ടിയിട്ട് തന്നെ ചെയ്യണം എന്ന് പറയുന്നത്. ഇതുപോലെ ഒന്ന് കെട്ടി വയ്ക്കുക. അതാ നമ്മുടെ ഒരു പൊതി റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ 4 വാഴയില പൊതികളും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പൊള്ളിക്കാൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ പൊള്ളിച്ചെടുക്കാം. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ 10 മിനിറ്റ് വേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ കൂടുതൽ സമയം ചൂട് നിൽക്കും. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ ചൂട് കുറവായിരിക്കും. പിന്നെ എപ്പോഴും പൊള്ളിക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊള്ളിക്കുക, വാഴയില കരിഞ്ഞു പോകാതിരിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. നമ്മുടെ ഇരുമ്പ് ചട്ടിയാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ചട്ടിയിലൊന്ന് കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചൂടായ പാനായിരിക്കണം. വള്ളി ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വള്ളി കട്ട് ചെയ്യാതിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഈ ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് തിരിച്ച് അടുത്ത സൈഡും 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ട പൊള്ളിക്കാൻ വെച്ചിട്ട് ഒരു സൈഡ് 10 മിനിറ്റ് ആയപ്പോൾ അടുത്ത സൈഡിലേക്ക് നമ്മൾ തിരിച്ചു വെച്ചു. അപ്പോൾ തിരിച്ചു വയ്ക്കുന്നത് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഒരു സൈഡ് കുക്കാവുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചു വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അടുത്ത സൈഡും കുക്കായിട്ടുണ്ട്. നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് തുറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ചെറിയ ചൂടോടുകൂടി ഈ പാനിൽ തന്നെ, പാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുക, ഈ പാനിൽ തന്നെ അടച്ചു വയ്ക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാസറോളിൽ അടച്ചു വയ്ക്കാം. ആ ചൂട് പോവാതിരിക്കാൻ നമുക്ക് കഴിക്കുന്ന സമയമാകുമ്പോൾ എടുത്ത് തുറന്ന് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് തുറന്ന് കാണിക്കാം. എങ്ങനെയാണ് നമ്മുടെ മുട്ട പൊള്ളിച്ചതിൻ്റെ ഇൻസൈഡിൽ നിന്നൊന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട പൊള്ളിച്ചതൊന്ന് തുറക്കാം. നല്ല ചൂടുണ്ട്. ഞാനപ്പോൾ അഴിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഈ ഒരു വള്ളി ഇങ്ങനെ നീട്ടിയിട്ടത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അഴിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമ്മളൊരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പതുക്കെ ഇലയൊന്ന് തുറക്കാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്, കൈ നന്നായി പൊള്ളുന്നുണ്ട്. ഞാൻ തിരിച്ച് വയ്ക്കട്ടെ, വെച്ച സൈഡൊന്ന് കറക്റ്റാക്കി വയ്ക്കട്ടെ. ഇങ്ങനെ നമ്മുടെ അടിപൊളി മുട്ട പൊള്ളിച്ചത് റെഡി. കണ്ടോ, തക്കാളിയൊക്കെ ഉടഞ്ഞു പോവാതെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒരു 2-3 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ ഇതിന് പ്രത്യേകിച്ച് ഗാർണിഷിംഗ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും മുട്ട എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അപ്പോൾ മീനല്ലേ നമുക്ക് വാങ്ങിക്കാൻ പോകാൻ സമയം എടുക്കുള്ളൂ. അപ്പോൾ ഒരു സർപ്രൈസായിട്ട് സൺഡേ ഒക്കെ ഒന്ന് മുട്ടയൊക്കെ പൊള്ളിച്ച് വീട്ടിലെല്ലാവർക്കും കൊടുക്കൂ. എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.